ഓണത്തിന് ഓണക്കോടിയും സദ്യയും മാത്രമല്ല, ചില ഓണക്കളികൾ കൂടിയുണ്ട് വടക്കൻ കേരളത്തിൽ. പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും പങ്കെടുക്കുന്നതാണ് അമ്പെയ്ത്ത് മത്സരം. കോഴിക്കോട് പേരാമ്പ്രയിൽ മാത്രമുള്ള ഓണക്കാലത്തെ അമ്പെയ്ത്ത് വിശേഷങ്ങൾ കണ്ടാലോ? ആരവങ്ങൾക്ക് മുമ്പുള്ള കാത്തിരിപ്പ്. ഏരത്തുമുക്കിലെ അമ്പെയ്ത്ത് കളം മത്സരത്തിനായി ഒരുങ്ങുകയാണ്. പുതിയ തലമുറയിലെ കുട്ടികളിൽ പലരും പഴയ ഓണക്കളികളെക്കുറിച്ച് കേട്ടിട്ടില്ലെന്നതാണ് സത്യം. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തരാണ് പേരാമ്പ്ര ഏരത്തുമുക്ക് നിവാസികൾ. പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും പങ്കെടുക്കുന്ന ഓണക്കളിയാണ് അമ്പെയ്ത്ത്. ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് തന്നെ ഈ ഒരു അമ്പെയ്ത്ത് എന്ന പരിപാടി ഈ പ്രദേശത്ത് നടന്നു വരുന്നുണ്ട്. പേരാമ്പ്രയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ, എരവട്ടൂർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ഈ അമ്പെയ്ത്ത് മത്സരം നടന്നു വരുന്നുണ്ട്. ഞങ്ങളിത് ആവേശമായി ഈ ഓണത്തിൻ്റെ കാലത്ത് പെരിയമ്പ്രയുടെ പാരമ്പര്യം നിലനിർത്തുക. പേരാമ്പ്ര പെരിയമ്പ്ര ഉണ്ടായ ലോപിച്ചാണ് പേരാമ്പ്ര എന്നുള്ള പേരിലേക്ക് വന്നത്. അതുപോലെ ആ പേരാമ്പ്രയുടെ പാരമ്പര്യമാണ് ഈ അമ്പെയ്ത്തും. ഞങ്ങളെപ്പോലെയുള്ള ഈ ഏരിയയിൽ, പേരാമ്പ്ര മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇതൊരു ആവേശമായിട്ട് ഈ പ്രദേശത്ത് എത്രയോ കാലമായി. ഈർക്കിൽ കൊണ്ട് അമ്പും, മുള കൊണ്ട് വില്ലും, വാഴത്തടയാണ് അമ്പ് തറയ്ക്കാനുള്ള ചെപ്പ്. കളിക്കാർ 2 സംഘങ്ങളായി കളത്തിൽ അണിനിരക്കും. ഇനിയാണ് പോരാട്ടം. ഏകാഗ്രതയോടെ കളിക്കാർ അമ്പെയ്യും, ആവേശത്തോടെ കൈയടിച്ച് കാണികളും. അമ്പ് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിച്ചാൽ മാത്രം പോരാ, ചപ്പിൽ തറച്ച അമ്പ് ഓടിയെടുക്കണം. അമ്പെടുക്കും മുമ്പ് മറ്റൊരാൾ അതേ ചപ്പിൽ അമ്പെയ്താൽ അയാളാകും വിജയി. അതിന് അവസരം കൊടുക്കാതിരിക്കാനാണ് ഈ ഓട്ടം. ഇപ്പോൾ ഞങ്ങൾ പോയിൻ്റ് വെച്ചിട്ടാണ് കളി. അതായത് ഒറ്റയെടുക്കുക വെച്ചാൽ ഞങ്ങൾക്ക് 3 പോയിൻ്റാണ്. പിന്നെ ഉടക്കിന് 2 പോയിൻ്റാണ്. പിന്നെ അല്ലാണ്ട് ലൈറ്റ് ഒന്ന് കൊള്ളിച്ചാൽ അതിന് 1 പോയിൻറ്റും. അങ്ങനെയാണ് ഇപ്പം പോയിൻ്റായിട്ട് ഇപ്പോൾ തുടരുന്നത്. ഞാൾ ജയിക്കും എന്നുള്ള ആവേശമായിട്ട് ലൈറ്റായിരിക്കും. അതിൽ ബന്ധവും കടപ്പാടൊന്നുമില്ല. അതിന് ശേഷം പ്രശ്നമില്ല. കയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് പരിശീലിക്കാനുള്ള സ്ഥലമില്ല. ഈ ഓണാഘോഷം വരുമ്പോഴും ഇവിടെയുള്ള മുതിർന്ന ആൾക്കാർ ചെയ്തു വന്നിരിക്കുന്ന ഒരു സംരംഭം നമ്മൾ വീണ്ടും തുടർന്ന് പോവുകയാണ്. ഇനിയുള്ള ചെറിയ മക്കൾക്ക് ചെയ്യാനും കളിക്കാനും കളിച്ച് വളർന്നു വരാനുള്ള ഒരു സ്ഥലം ഇല്ല എന്നുള്ള ഏറ്റവും വലിയ ദുഃഖമാണ്. അതുകൊണ്ട് അധികൃതർ ഞങ്ങൾക്ക് വേണ്ടൊരു സഹായം ചെയ്യണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം. കാലങ്ങളായി കോഴിക്കോടിന്റെ നാട്ടിൻപുറങ്ങളിൽ അമ്പെയ്ത്ത് മത്സരങ്ങൾ നടന്നു വരുന്നുണ്ട്. പേരാമ്പ്ര ഏരത്തുമുക്ക് ഇത്തവണയും തീപാറുന്ന പോരാട്ടത്തിന് വേദിയായി. അമ്പെയ്ത്ത് മത്സരമില്ലാതെ പേരാമ്പ്രക്കാർക്ക് ഒരു ഓണക്കാലവും കടന്നുപോയിട്ടില്ല. അത്തം മുതൽ 10 ദിനവും ഇവിടെ അത്യാവേശത്തോടെയുള്ള അമ്പെയ്ത്ത് മത്സരം നടക്കാറുണ്ട്. ശേഷം അടുത്ത ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതീന്ദർ ജിത്തുവിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.